ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിമിഷം ഏതാണ്? അത് വീഴ്ചയുടെ നിമിഷമല്ല, പാപത്തിന്റെ നിമിഷവുമല്ല. ഇനി എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്ന് ഓരോ വ്യക്തിയും കരുതുന്ന നിമിഷമാണ്. എത്ര ജീവിതങ്ങളാണ് ഈ ചിന്തയുടെ ഇരുട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തകർന്നു, ഇനി ദൈവം എന്നെ ഉപയോഗിക്കില്ല. എന്നാൽ വചനം നമ്മോട് മഹത്തായ ഒരു സത്യം വിളിച്ചു പറയുന്നു. മനുഷ്യൻ വീഴുന്നിടത്ത് ക്രിസ്തുവിൻ്റെ കൃപ ആരംഭിക്കുന്നു. പാപം ആഴമായിടത്ത് ദൈവകൃപ അതിലും ആഴമാണ്. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൽ നാം കാണുന്നത് ഒരു മനുഷ്യന്റെ വീഴ്ചയുടെ കഥയല്ല, ഒരു തകർന്ന ആത്മാവിനെ കർത്താവ് വീണ്ടും പണിയുന്ന, വീഴ്ചയിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന മനോഹരമായ ഒരു രംഗമാണ്. അത് പത്രോസിന്റെ കഥയാണ്. അതേസമയം അത് നമ്മുടെയും ജീവിത കഥയാണ്. ഈ വചനഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്ന പ്രധാന ചില സത്യങ്ങൾ പങ്കുവെച്ച് ധ്യാനം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1. വീഴ്ചയിൽ നിന്ന് വിശ്വസ്തതയിലേക്ക്, ഫ്രം ഫെയിലിയർ ടു ഫെയ്ത്ത്ഫുൾനെസ്. 3 തവണ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ യേശു ചോദിക്കുന്നത്, നീ എന്തിന് എന്നെ തള്ളിപ്പറഞ്ഞു എന്നല്ല, മറിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം പാപത്തെക്കുറിച്ചല്ല, സ്നേഹത്തെക്കുറിച്ചാണ്. പരാജയപ്പെട്ട പത്രോസിന് പഴയതുപോലെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവൻ തകർന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം വെറും പുറമേയുള്ള പരാജയങ്ങളെ നോക്കുന്നവനല്ല, അവൻ ഹൃദയത്തിന്റെ സ്പന്ദനം കേൾക്കുന്നവനാണ്. ദൈവം നമ്മുടെ ഭൂതകാലത്തെ പാപങ്ങളിലല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവനോടുള്ള നമ്മുടെ ഹൃദയബന്ധത്തിലാണ്. പശ്ചാത്താപം എന്നത് വെറും കുറ്റബോധമല്ല, മറിച്ച് ദൈവസ്നേഹത്തിലേക്കുള്ള തിരിച്ച് നടത്തമാണ്. 2. ദ ഫങ്ഷൻ ഓഫ് ലവ്, സർവീസ്. സ്നേഹത്തിന്റെ തെളിവ് സേവനമാണ്. സ്നേഹത്തിന്റെ തെളിവ് സേവനമാണ്. ഇറ്റ് ഈസ് എ ഡിവൈൻ മാൻഡേറ്റ്. യേശുവിനോടുള്ള സ്നേഹം കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, അത് ഈ വേദഭാഗം പഠിപ്പിക്കുന്നു. പത്രോസ് സ്നേഹം ഏറ്റുപറഞ്ഞ ഓരോ തവണയും യേശു നൽകിയ മറുപടി എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നതായിരുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ക്രമമുണ്ട്, ഒരു പ്രോഗ്രഷനുണ്ട്. സ്നേഹം ഒരിക്കലും അധരങ്ങളിൽ മാത്രം താമസിക്കരുത്. യഥാർത്ഥമായ സ്നേഹം നമ്മുടെ ശുശ്രൂഷകളിൽ തെളിയണം, ഹൃദയത്തിൽ ജ്വലിക്കണം, ജീവിതത്തിൽ തെളിയണം. കുഞ്ഞാടുകളെ തീറ്റുക, വിശ്വാസത്തിൽ പുതിയ അനുഭവങ്ങളിലേക്ക് വരുന്ന വ്യക്തിത്വങ്ങളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കരുതേണ്ടത് ഈ സ്നേഹത്തിൻ്റെ തുടർച്ചയാണ്. ആടുകളെ പാലിക്കുക, സഭയെ നയിക്കുകയും അച്ചടക്കത്തോടെ വളർത്തുകയും ചെയ്യേണ്ടത് ഇടയന്റെ കടമയാണ്. പക്വതയുള്ള വിശ്വാസികൾക്ക് വചനത്തിൻ്റെ ആഴമേറിയ ആഹാരം നൽകുകയും ദൈവത്തോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്ന ശുശ്രൂഷകളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ സഭയെ സ്നേഹിക്കും, അവൻ്റെ ജനത്തെ കരുതും, അവൻ്റെ ദൗത്യം ചുമക്കും. ക്രിസ്തീയ ജീവിതം എന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ സേവിക്കുകയും അവരെ ആധ്യാത്മിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യുക എന്നതാണെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 3. ഫ്രഷ് സ്റ്റാർട്ട്സ് ഫ്രം എവരി ഫോൾ. ഓരോ വീഴ്ചയും ഒരു പുതിയ തുടക്കമാണ്. 3 തവണ യേശുവിനെ നിഷേധിച്ച പത്രോസ് 3 തവണ സ്നേഹം ഏറ്റുപറയാൻ യേശു അവസരം നൽകി. യേശു പത്രോസിന്റെ പഴയ വാക്ക് തന്നെ തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ ദുഃഖിതനായി. പത്രോസ് കരഞ്ഞു. എന്നാൽ ആ ദുഃഖം നാശത്തിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. പ്രിയരെ, ചില കണ്ണുനീർ സ്വർഗീയമാണ്, ചില ദുഃഖങ്ങൾ രക്ഷയുടെ വാതിലാണ്. എന്നാൽ ആ ദുഃഖം അവനെ വിശുദ്ധിയിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും നയിച്ചു. പത്രോസിനെ പഴയ പദവിയിലേക്ക് യേശു തിരികെ പ്രതിഷ്ഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വീഴ്ചകൾ സംഭവിച്ചാലും തിരികെ വരാൻ യേശു നമുക്ക് അവസരം നൽകുന്നു. നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ സമർപ്പണമാണ് ദൈവത്തിന് പ്രധാനം. 4. ദ ഫെലോഷിപ്പ് ദാറ്റ് കോസ്. വില കൊടുക്കേണ്ടി വരുന്ന അനുഗമനം. വില കൊടുക്കേണ്ടി വരുന്ന അനുഗമനം യേശു പത്രോസിന്റെ ഭാവിയിലെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പത്രോസിന് നൽകുന്ന ആഹ്വാനം ഇതാണ്, എന്നെ അനുഗമിക്കുക. റീസ്റ്റോർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന്
ഇത് കാണിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് എപ്പോഴും ഭൂമെത്തയിലൂടെയുള്ള യാത്രയല്ല. അതിന് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. എങ്കിലും അവസാന ശ്വാസം വരെ വിശ്വസ്തനായിരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. പ്രിയരെ, പത്രോസിനെ പോലെ നമ്മളും ജീവിതത്തിൻ്റെ കടലിൽ പലപ്പോഴും പരാജയപ്പെട്ടവരായിരിക്കാം. നമ്മിൽ ആരാണ് പത്രോസിനെ പോലെ വീഴാത്തത്? ആരാണ് തകർന്നു പോയിട്ടില്ലാത്തത്? ആരാണ് പരാജയങ്ങളുടെ കടലിൽ മുങ്ങാത്തത്? എന്നാൽ യേശു ഇന്ന് നമ്മുടെ പക്കൽ വന്ന് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന് പത്രോസിനെ പോലെ നമുക്കും ഉത്തരം പറയാൻ സാധിക്കണം. കർത്താവെ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അപ്പോൾ ഉറപ്പായും കർത്താവ് നമ്മെ ഉയർത്തും, നമ്മെ ശുദ്ധീകരിക്കും, നമ്മെ ഉപയോഗിക്കും. വീണവനെ, താണുപോയവനെ, തകർന്നുപോയവനെ വിശുദ്ധനാക്കുന്ന ദൈവകൃപ, തകർന്നവരെ ദൗത്യത്തിലേക്ക് നയിക്കുന്ന, ഉയർത്തുന്ന കൃപ നമ്മുടെ ജീവിതത്തിലും വ്യാപരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.